അവന്റെ ചില രീതികൾ വെച്ച് നോക്കിയപ്പോ അങ്ങനെ ഒരു സംശയം. നീ സത്യം പറ, അവൻ നല്ല അവസ്ഥയിലാണോ? അമ്മയോട് കള്ളം പറയരുത്. അമ്മയുടെ സംശയം സത്യമാ. മുരളേട്ടന്റെ ജോലി പോയി. നമ്മളെ വിഷമങ്ങൾ അറിയിക്കാതെ മുരളേട്ടൻ ഗൾഫിൽ കഷ്ടപ്പെടുമായിരുന്നു. ഇപ്പോ അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ പറ്റാത്ത സാഹചര്യങ്ങളാ. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ജോലി എന്തൊക്കെയോ ചെയ്തിട്ടാ മുരളേട്ടൻ ഇങ്ങോട്ട് കാശയച്ചോണ്ടിരുന്ന. അമ്മയെ ഒന്നും അറിയിക്കാതെ എങ്ങനെയെങ്കിലും ഇവിടെ ഒരു ജോലി കണ്ടുപിടിക്കാന്ന് പറഞ്ഞിരിക്കായിരുന്നു. അമ്മ ഇപ്പൊ തൊഴിലുറപ്പിനിറങ്ങിയ അത് മുരളേട്ടന് വിഷമാവും. പിന്നെ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും. അമ്മ പോണ്ടമ്മേ. നാട്ടുകാരെ ബോധിപ്പിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? തൊഴിലുറപ്പ് നല്ല അന്തസ്സുള്ള ജോലിയാ, സർക്കാരാ ശമ്പളം തരുന്നത്. മുരളി പാല് വാങ്ങാൻ പോയിരിക്കല്ലേ, തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ പോയേക്കാം. അമ്മ ഇതെങ്ങോട്ടാ? ഞാൻ ജോലിക്ക് പോവാ, പോയിട്ട് വരാം. നിക്ക് തൊഴിലുറപ്പിനല്ലേ? നല്ല കാര്യമായി. മാസാമാസം ഷെയ്ഖിന്റെ ദിറം എണ്ണി വാങ്ങുന്ന ദുബായ്ക്കാരന്റെ അമ്മ ജോലിക്ക് പോകാനോ? കൊള്ളാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഞങ്ങൾക്ക് വേണ്ടി കുറെ കാലം വെയിലും കൊണ്ടതല്ലേ, അടുക്കള പണിയും ചെയ്തു. മതി, ഇനി കഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഗൗരി, ഇതെല്ലാം കൊണ്ടുവച്ചേ. കേറി പോകത്ത്. ചേടാ, ഒരു ഗൾഫുകാരന്റെ അമ്മ ജോലിക്ക് പോകും. മുരളേട്ട, അമ്മയോട് ഇനിയൊന്നും വിളിക്കണ്ട. അമ്മയ്ക്ക് ഒക്കെ മനസ്സിലായി. നീ വിഷമിക്കല്ലേ മോനെ. എനിക്കെന്തോ ചില സംശയങ്ങൾ തോന്നി. ഈയിടെ നീ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ നിന്റെ ശബ്ദത്തിലെ പതർച്ചയെ ഞാൻ ശ്രദ്ധിച്ചു. സങ്കടപ്പെടണ്ട. മക്കളുടെ കണ്ണ് ചിമ്മിയ തന്നെ അമ്മമാർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവും. നമുക്കെന്നല്ല, ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെ അവസ്ഥ മോശം. നീ ഉടനെ ഓട്ടോ ഓടിക്കാനൊന്നും പോണ്ട, മറ്റു ജോലിക്കും ഇറങ്ങണ്ട. ജോലി പോയതിനേക്കാൾ വിഷമായിരിക്കും ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ. ഒന്നും വേണ്ട, ചോദിക്കുന്നവരുടെ നീ ലീവിലാണെന്ന് പറഞ്ഞോളാം. ഞാൻ എന്തെങ്കിലും കൂലിപ്പണിക്ക് പോയാൽ അതിലാരും കുറ്റം കണ്ടുപിടിക്കില്ല. വിഷമിക്കണ്ട. നിനക്കിവിടെ ഒരു ജോലിയൊക്കെ ആവട്ടെ, അത് കഴിഞ്ഞ് അമ്മ വീട്ടിലിരുന്നോളാം. ഞാൻ പോട്ടെ. താ മോളെ. വിഷമിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? പോയിട്ട് വരാം. ഗൗരി, മുരളേട്ട, സങ്കടപ്പെടേണ്ട മുരളേട്ട. ഉടനെ എന്തെങ്കിലും ജോലി കിട്ടും, വിഷമിക്കാതെ. അങ്ങളൊന്നും പറഞ്ഞില്ല. ഇനിയെന്ത് പറയാൻ? ദേവികയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ആവും. സന്ദീപിനെ കണ്ടു, കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട്. എല്ലാം അവൻ കൃത്യമായിട്ട് ചെയ്തോളും. അങ്കിൾ, ഞാനൊരു കാര്യം തുറന്നു പറയാം. കൃത്യമായ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്കിൾ എനിക്ക് വാക്ക് തരാവൂ.
അമ്മ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്കിള് വ്യക്തതയില്ലാത്ത രീതിയിലാണ് ചില സമയങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന്. അത് മാഡം പറയുന്നൊന്നുമല്ല, മാഡത്തിനെ കൊണ്ട് ആ CP പറയിപ്പിക്കുന്ന. ഋഷിമോൻ ഇനി എന്നെ വിശ്വാസം ആയില്ലെങ്കിൽ ഞാൻ അങ്ങ് മാറി നിന്നേക്കാം. അങ്കിളിങ്ങനെ പെണങ്ങല്ലേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മോനെ, ഈ ത്യാഗരാജനെ ഒരൊറ്റ ആള് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതെ, ജീവൻ കൊടുത്ത് കൂടെ നിൽക്കുന്നവനായി ത്യാഗരാജൻ. ഋഷി ഏൽപ്പിച്ച കാര്യം കൃത്യമായി ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കേണ്ടത് ഇപ്പൊ എന്റെയും കൂടി ആവശ്യമാണ്. CP എന്നെ ഒരു കോമാളിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതെനിക്ക് മാറ്റിയെടുക്കണം. എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും അത് ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് തെളിയിക്കണം. പിന്നെ വേണ്ടെങ്കിൽ വേണ്ട. അങ്കിൾ അങ്ങനെ പറയല്ലേ. ഋഷിക്കറിയാലോ ഇതിന്റെ പിന്നിലുള്ള റിസ്ക്. കാര്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ അങ്ങ് മറന്നു പോകരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്കിൾ എനിക്ക് വേണ്ടി ചെയ്യുന്നതിനൊക്കെ എന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സഹായം ഉണ്ടായിരിക്കും. വൈകാതെ തന്നെ കമ്പനിയുടെ ഭരണം എന്റെ കയ്യിലേക്ക് വരും. അപ്പോ CP അങ്കിളിന്റെ മുകളില് ത്യാഗരാജൻ അങ്കിളായിരിക്കും നിയമിക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട ദേവിക ഇല്ലാതായി കഴിഞ്ഞാൽ രാമപുരത്ത് തെരഞ്ഞെടുപ്പ് വരും. പാർട്ടിയിലെ ഇപ്പോഴത്തെ ഒരു സ്വാധീനം ഉപയോഗിച്ച് എനിക്ക് മത്സരിക്കാനും പറ്റും. എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ മാഡത്തെ പറഞ്ഞൊന്ന് പ്രേരിപ്പിക്കണം ഋഷി. ഒക്കെ ഞാൻ ഏറ്റു. നമ്മൾ ഇനി ഒരുമിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ അത് മതി. അപ്പൊ മോനെ, നീ ആഗ്രഹിക്കുന്ന വാർത്ത ഇന്ന് തന്നെ കേൾക്കാൻ പറ്റും. ദേവികയുടെ മരണം ഇന്ന് തന്നെ സംഭവിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ഡ്രൈവർ സന്ദീപ് ഇന്നത് നടത്തിയിരിക്കും. ലൈബ്രറി ഹാളിന്റെ പ്രോഗ്രസ് റിവ്യൂ കഴിഞ്ഞ പിന്നെ സാംസ്കാരിക സമ്മേളനം അല്ലേ? അതെ മാഡം. വേറെ പ്രോഗ്രാംസ് ഒന്നും ഇന്ന് വെച്ചിട്ടില്ലല്ലോ? ഇല്ല മാഡം. പിന്നെ ആ സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത സംഘത്തിന്റെ ഓഫീസ് ഉദ്ഘാടനം ഉണ്ടായിരുന്നല്ലോ, അത് മാറ്റിവെച്ചല്ലോ. ഓക്കെ, വേറൊന്നുമില്ല മാഡം. MLA ഹിയർ. MLAയുടെ അനിയത്തി ഹിയർ. എന്നാ പറഞ്ഞോ അനിയത്തിക്കുട്ടി. ചേച്ചി, MLAക്കാളും ഡിമാൻഡാ കോളേജിൽ MLAയുടെ അനിയത്തിക്ക്. ഞാനാ ഇപ്പൊ കോളേജിലെ സ്റ്റാർ. ആഹാ, കൊള്ളാലോ. പക്ഷേ അതിങ്ങനെ ഒരു പണിയാവൂന്ന് കരുതിയില്ല. എന്താ പ്രശ്നം? 25-ാം തീയതിയാ ഞങ്ങളുടെ ആർട്സ് ഡേ. അത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ MLAയെ കൊണ്ടുപോയി കൊടുക്കണം. ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. 25-ാം തീയതി ആർട്സ് ഡേ ചേച്ചി ഉദ്ഘാടനം ചെയ്യണം. എന്റെ വില കോളേജിലൊന്ന് ഉയർത്തി തന്നേ പറ്റൂ. എന്റെ പൊന്നു മോളെ, നിയമസഭ തുടങ്ങാൻ പോവാ. പിന്നെ ഒരു 100 കൂട്ടം മീറ്റിങ്ങും യാത്രകളും ഒക്കെ വേറെ. നീ ഇത് ഏറ്റോ? ഏറ്റോന്നോ? പ്രിൻസിപ്പലിനോട് വാക്ക് പറഞ്ഞു. എന്ത് പണിയാ നീ കാണിച്ചേ? ചേച്ചി, എന്റെ മാനം കളയരുതേ. ചേച്ചി വന്നേ പറ്റൂ. നിയമസഭയിൽ നിന്ന് ഉച്ചവരെ അവധിയെടുത്ത് ചേച്ചി വന്നില്ലെങ്കിൽ ഞാൻ നിയമസഭയുടെ മുന്നിൽ വന്ന് ആത്മഹത്യ ചെയ്യും. ബഹളം വെക്കാതെ നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ ഓഫീസിലെത്തിയിട്ട് ഈ മാസത്തെ പ്രോഗ്രാം ഒന്ന് നോക്കട്ടെ. പ്രോഗ്രാം ഒന്നും നോക്കാനില്ല. 25-ാം തീയതി ഈ പ്രോഗ്രാം കൂടി ചേച്ചി അങ്ങ് ഇടിച്ച് കയറ്റിയാ മതി. നോക്ക്, നീ ഒരു MLAയോടാ സംസാരിക്കുന്നേ. പിന്നെ ഞാൻ കാണാത്ത MLA ഒന്നും അല്ലല്ലോ. ഡീഡി, പണ്ടേ ചേച്ചി നന്ദേട്ടനെ പ്രേമിച്ച് നടന്നപ്പോ അയച്ച മെസ്സേജുകളൊക്കെ ഞാൻ മോഷ്ടിച്ചെടുത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പബ്ലിക് ആക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ വരുന്ന 25-ാം തീയതി കൃത്യമായിട്ട് എത്തിക്കോണം. ശരി, ഞാനൊന്ന് ഓഫീസിൽ എത്താനുള്ള സമയം എന്താ? അച്ഛൻ അന്ന് എന്തെങ്കിലും ഫിക്സ് ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. മുൻ MLA സിദ്ധാർത്ഥൻ ചന്ദ്രത്തിനോട് ഞാൻ സംസാരിക്കണോ? അയ്യോ വേണ്ട, ഞാൻ ഏറ്റു. അതെ, ചെലവ് വേണം. ചെലവോ? ചേച്ചി നോക്കിക്കോ, ചേച്ചിക്ക് കോളേജിൽ കിട്ടാൻ പോകുന്ന സ്വീകരണം. അല്ലെ വേണ്ട, ഇപ്പൊ ഒന്നും പറയുന്നില്ല. ചേച്ചിയുടെ ഉദ്ഘാടനം ഞങ്ങൾ ഒരു സംഭവമാക്കും. എടി, അത്രയ്ക്ക് പ്രമോഷനൊന്നും വേണ്ട. അതിലൊന്നും അതിഥി ഇടപെടണ്ട. അപ്പൊ ഓക്കെ, ഞാൻ ഈ വാർത്ത ഇപ്പൊ തന്നെ പ്രിൻസിപ്പലിനെ അറിയിക്കട്ടെ. ഓ, എനിക്കിനി കോളേജിൽ പൊന്നും വിലയായിരിക്കും ചേച്ചി, പൊന്നും വില. ശരിയടി, ഞാൻ വിളിക്കാം. ഓക്കെ.
എന്തു പറഞ്ഞു? ഉദ്ഘാടനത്തിന് ചേച്ചി വരാന്ന് സമ്മതിച്ചു. ഇത് ഞാൻ പൊളിക്കും. അവളിതെന്ത് പണിയാ കാണിച്ചത്? അതെന്താ? ഞാൻ അവളെ വിളിച്ച് പറയാൻ പോവാ ഉദ്ഘാടനത്തിനൊന്നും പോകണ്ടെന്ന്. വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് മതി ഉദ്ഘാടനം. ദേ അമ്മേ, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കല്ലേ. അല്ലല്ല, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. നീ കുറെ കാലമായല്ലോ കല്യാണക്കാര്യം പറയുമ്പോ ഒരുമാതിരി ഉഴപ്പ്. ഓ, അപ്പൊ രണ്ടുപേരും കൂടി നടത്തിയ ഗൂഢാലോചനയാണല്ലേ? ഒരു കാര്യം ഞാൻ പറയാം. ആർട്സ് ഡേയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ജോലി കിട്ടിയ അടുത്ത ദിവസം കല്യാണം. അതെങ്ങനെ? അയ്യോ, പ്രിൻസിപ്പൽ വിളിക്കുന്നു. ഹലോ മാഡം. ആ, ഞാൻ സംസാരിച്ചു. തീർച്ചയായിട്ടും ചേച്ചി എത്തും. ആ, അതെ. മാധവേട്ട, ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? വരട്ടെ, ദേവികമ്മളെ വിളിക്കാം. ദേവിയെ കൊണ്ട് പറയിപ്പിക്കാം. ദേവികമ്മോട് ശക്തമായിട്ട് പറഞ്ഞ അവൾ അനുസരിക്കും. അച്ഛാ, അച്ഛനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. ആരാ? സാധാരണ ഇവിടെ വരുന്ന ആളല്ല. മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഒറ്റ നോട്ടത്തിലൊരു എക്സിക്യൂട്ടീവ് ആണെന്ന് തോന്നുന്നു. എക്സിക്യൂട്ടീവോ? ആ, ചിലരെ കാണുമ്പോ നമുക്ക് ഏകദേശം രൂപം കിട്ടുമല്ലോ. അങ്ങനെ ഒന്ന് ഊഹിച്ചു പറഞ്ഞതാ. അച്ഛനെ കാണണമെന്നാ പറഞ്ഞ്. ഇനിയിപ്പൊ അച്ഛനെയാണോ പുതിയ സ്ഥലം MLA ആണോന്നൊന്നും അറിയില്ല. അച്ഛനെ ചോദിച്ചേ. MLAയുടെ റെക്കമെൻഡേഷന് വേണ്ടി വന്നതും ആവാം. ഏത് കാര്യം പറയുമ്പോഴും അതിലൊന്ന് കുത്തി പറഞ്ഞില്ലെങ്കിൽ നിനക്ക് സമാധാനാവൂലല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. സുകുമാരിക്കുന്നില്ല സാർ. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെ വെച്ചിട്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നേരിട്ട് 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഫോണിൽ വിളിച്ചിട്ടുമുണ്ട്. എൻ്റെ പേര് ഫ്രാൻസിസ് സേവ്യർ, KG ഗ്രൂപ്പിന്റെ ജനറൽ മാനേജരാ. കൃഷ്ണൻ സാറിന്റെ. ഇപ്പൊ ഓർമ്മ വന്നു. ഫ്രാൻസിസ് ഇരിക്കും. താങ്ക് യു സാർ. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് രാധാകൃഷ്ണ മിനിസ്റ്റർ വിളിച്ചു പറഞ്ഞിട്ട് പാർട്ടിക്ക് ഫണ്ട് കൊടുത്തിരുന്നു KG ഗ്രൂപ്പ്. അറിയാം. താങ്ക് യു മാഡം. മാഡത്തെ എനിക്കറിയാം. ഇത് മകളല്ലേ? അതെ. മാഡം ഇരിക്കണം. ഇനി വന്ന കാര്യം പറയാം. കൃഷ്ണൻ സാർ സ്ഥലത്തില്ല, അല്ലെങ്കിൽ നേരിട്ട് വന്നേനെ. ദാ സാർ. എന്താ ഇത്? കാര്യം എന്താണെന്ന് ഇതിലുണ്ട്. ഇത് നന്ദനുള്ളതാണല്ലോ, ജോലിക്കുള്ള ഓഫർ ലെറ്റർ. അതെ, സാറിന്റെ മോന് വേണ്ടിയുള്ള ഓഫർ ലെറ്ററാ. KG ഗ്രൂപ്പിന് 3 കമ്പനികളുണ്ടെന്ന് അറിയാലോ. 3ഉം നാഷണൽ ലെവലിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാ. അറിയാം. സാറിന്റെ മകൻ മുമ്പ് ഞങ്ങളുടെ കമ്പനിയിൽ ജോബിന് വേണ്ടി ശ്രമിച്ചിരുന്നു. അന്ന് വേക്കൻസി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്. സ്വാഭാവികമായിട്ട് വന്നതല്ല. സത്യം പറയാലോ സാർ, കൃഷ്ണൻ സാറ് വേക്കൻസി സൃഷ്ടിച്ചെടുത്തതാ. സാറിന്റെ മകൻ എത്രയും പെട്ടെന്ന് ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സാധാരണ HR വഴിയാണ് അപ്പോയിൻമെന്റ് ഒക്കെ കൊടുക്കുന്നത്. ഇപ്പം എന്നെ നേരിട്ട് പറഞ്ഞയച്ചിരിക്കുക. പിന്നെ നന്ദൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞു. MLA വൈകുന്നേരം അല്ലേ എത്തൂ? അതെ, താമസിക്കും. എന്തായാലും നന്ദൻ വരുമ്പോ കൃഷ്ണ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയണേ. MLA സൗകര്യം പോലെ സാർ കണ്ടോളും. ശരി. സത്യം പറഞ്ഞ നേരത്തെ തന്നെ നമ്മൾ നല്ലൊരു ബന്ധം സ്ഥാപിക്കണമായിരുന്നു എന്നാ കൃഷ്ണ സാറ് പറഞ്ഞത്. പോട്ടെ, ബെറ്റർ ലേറ്റർ ദാൻ നെവർ എന്നാണല്ലോ. എന്നാ ഇറങ്ങട്ടെ സാർ. ശരി മാഡം. ഫ്രാൻസിസ് സാർ. എന്താ സാർ? താങ്കളുടെ കമ്പനിയിൽ എന്റെ മോന് ജോലി കൊടുക്കാൻ കാണിച്ച മനസ്സിന് നന്ദി. എന്തായാലും അവന് തൽക്കാലം ഈ ജോലി വേണ്ട. ഓഫർ ലെറ്റർ കൊണ്ടുപോക്കോളൂ. അല്ല, കമ്പനിക്ക് ഡെപ്പോസിറ്റ് ഒന്നും ആവശ്യമില്ല. അതൊക്കെ അറിയാം.
നന്ദന് തൽക്കാലം ഈ ജോലി വേണ്ട. കാരണം എന്താണ് സാർ? വേണ്ട, അത് തന്നെ കാര്യം. അല്ലച്ചാ അത് അത് സാർ, അല്ല സാർ, നന്ദനോട് ഞാനും സംസാരിക്കാം. കൃഷ്ണൻ സാറ് നേരിട്ട് ഏൽപ്പിച്ച കേസാ. സംസാരിച്ചോളൂ. പക്ഷേ അവനീ ഓഫർ സ്വീകരിക്കുമെന്ന് തോന്നുന്നില്ല. അച്ഛ ഒരു മിനിറ്റ്. എന്താ സംസാരിക്കാനുള്ളത്? നന്ദനി ഓഫർ സ്വീകരിക്കുന്നാണോ? ഇല്ല, നന്ദനി ജോലി വേണ്ട. നന്ദനി ജോലിക്ക് അപേക്ഷിച്ചത് അവനും ഞങ്ങൾക്കും കഷ്ടപ്പാട് നിറഞ്ഞൊരു കാലത്തായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അന്നായിരിക്കും അവന് ഈ ജോലിക്ക് ഏറെ ആവശ്യം. ആ ഘട്ടം കഴിഞ്ഞു. ദേവിക MLA ആയതുകൊണ്ടാണ് ഈ ജോലി ഓഫറായിട്ട് വന്നതെന്ന് സാർ സംശയിക്കുന്നുണ്ടോ? അതല്ലേ സത്യം. സിദ്ധാർത്ഥൻ സാറേ, കൃഷ്ണ സാറിനെയും KG ഗ്രൂപ്പിനെയും കളിയാക്കുന്ന പോലെ ആയിപ്പോയി. മിസ്റ്റർ ഫ്രാൻസിസ്, ഞാൻ ആരെയും കളിയാക്കിയതല്ല. സത്യം പറഞ്ഞത് കളിയാക്കിയതായി തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. GM അല്ല, നിങ്ങളുടെ ചെയർമാൻ നേരിട്ട് വന്നാലും ഇത് തന്നെ ഇവിടെ സംഭവിക്കും. ശരി സാർ, നമുക്ക് കാണാം. എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊരു ജോലി കണ്ടെത്തി പറ്റും മുരളി. ഇന്റർവ്യൂകളിൽ ദേവിയോടിപ്പോൾ സ്ഥിരം ചോദ്യ ഭർത്താവ് എന്ത് ചെയ്യുന്നു. ദേവിക്ക് പെട്ടെന്നൊരു ഉത്തരം പറയാൻ പറ്റുന്നില്ല. എനിക്ക് പിന്നെ തൽക്കാലം പിടിച്ചു നിൽക്കാം. ജോലി ആയില്ലേന്നല്ല, എന്ന് പോകുന്നു എന്നാ ചോദ്യം. എല്ലാ ഗൾഫുകാരും നാട്ടിൽ വരുമ്പോൾ നേരിടുന്ന ചോദ്യം ഇത്. ഇവിടെ നിന്ന് പോകുന്നു എന്നറിയണം. ദുബായിൽ ഷെയ്ഖാണെന്നാ പലരുടെയും വിചാരം. ഞാൻ 2 മാസം കഴിഞ്ഞ് പോകും, 3 മാസം കഴിഞ്ഞ് പോകുന്നൊക്കെ മാറ്റി മാറ്റിയൊക്കെ പറയുന്നുണ്ട്. ജോലി പോയതറിയുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. ജീവിതം ഒരു ചോദ്യചിഹ്നമാവാൻ തുടങ്ങുക. അമ്മയെ പണിക്കയച്ച് ആഹാരം കഴിക്കാന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ ഡ്രൈവിംഗ് അല്ലാതെ മറ്റൊരു പണി അറിയത്തുമില്ല. ഞാനാണെങ്കിൽ ഏത് ജോലി ചെയ്യാവുന്നൊരവസ്ഥയിലാണ്. പക്ഷെ പറഞ്ഞില്ലേ, MLA കൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടി തരുന്ന ജോലി ആവാൻ പാടില്ല. ഒരു ട്രാവൽസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ബുധനാഴ്ച ചെല്ലാൻ പറഞ്ഞിരിക്കുക. പോയി നോക്കാം. അമ്മയും ഗൗരി എന്നെ പുറമേ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവർ വിഷമിക്കുന്ന എനിക്കറിയാം. അമ്മയാണെങ്കിൽ മകൻ ഗൾഫുകാരനാണെന്ന് പറഞ്ഞ് തല ഉയർത്തിപ്പിടിച്ച് നടന്നിരുന്നത്. ഗൗരിയും ബന്ധുക്കളുടെ മുന്നിൽ ഇത്തിരി അഭിമാനത്തിലായിരുന്നു. നമുക്കുള്ള ജോലി എവിടെയോ നമ്മളെ കാത്തിരിപ്പുണ്ട്. നീ വാ, ചായ കുടിക്കാം. ഇല്ല, തിരിച്ചിട്ടില്ല. ആ ത്യാഗരാജൻ സാർ MLA കൂടെയുണ്ട്. വേണ്ട വേണ്ട, ഇനി ഈ നമ്പർ വിളിക്കണ്ട. ഞാൻ ഇന്ന് തന്നെ PWD മിനിസ്റ്റർ കാണാം. ഈ റോഡിന്റെ പണി ഉടനെ ചെയ്യിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ലൈബ്രറി കെട്ടിടത്തിന്റെ വർക്ക് തീർക്കണം. CM-നെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ വരെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. മാഡം കോൺട്രാക്ടറെ ഒന്ന് വിളിക്കണം. ആളൊരു ചെറിയ തരികടയാ. വർക്കിന്റെ കാര്യത്തിൽ ഒരു തരികിട പരിപാടിയും ഞാൻ സമ്മതിക്കില്ല. മാഡം വാക്ക് പറഞ്ഞ വാക്കാ. ഇനി ഇവിടെ എന്ത് തിരിമറി നടന്നാലും അത് അപ്പൊ തന്നെ മാഡത്തെ അറിയിച്ചോണം. ശരി സർ. വിനോദേ, ഇതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. കാര്യങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഓക്കെ മാഡം. എന്നാ ശരി. ശരി. ഇവിടെ ഒരു ലൈബ്രറി എത്ര കാലമായിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. MLA-യുടെ ഈ ഒരു ഇടപെടൽ പ്രശംസനീയം തന്നെയാ. നാളെ തന്നെ വലിയൊരു കോളത്തിൽ വാർത്ത കൊടുക്കണം. മാഡം, ആ ടാഗോർ കൾച്ചർ സെന്ററിന്റെ ആൾക്കാർ വിളിച്ചോണ്ടിരിക്കുക. സമയം കളയണ്ട, നമുക്ക് ഇറങ്ങാം. അത് മാത്രമല്ല മാഡം, രാധാകൃഷ്ണൻ മിനിസ്റ്ററുടെ ഓഫീസിൽ ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് അറ്റൻഡ് ചെയ്താലും മതിയെന്നാ പറഞ്ഞത്. അല്ല, വിനോദിനെ വേണമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് വേണ്ട, ഞാൻ ആ വഴിക്കല്ലേ പോകുന്നേ. വിനോദിനെ അവിടെ ഇറക്കിയാൽ മതിയല്ലോ. ഓ അത് മതി. നാളത്തെ പാർട്ടി മീറ്റിംഗിൽ മാറ്റങ്ങളൊന്നുമില്ലല്ലോ? ഏയ്, ഒരു മാറ്റമില്ല MLA. നാളെ നമുക്ക് ഓഫീസിൽ കാണാം. ശരി. സന്ദീപേ, 20 മിനിറ്റിനകത്ത് നമുക്ക് KK നഗറിൽ എത്തണം. ശരി. കേറണം മാഡം.
ഹലോ നന്ദു. ആ നീ എത്തിയോ അതോ യാത്രയല്ലോ? കാറിലോ നന്ദു? പറ. ഞാൻ കുറച്ചു മുമ്പേ മുരളിയുടെ അടുത്ത് പോയിരുന്നു. കുറെ സംസാരിച്ചു. ആണോ? മുരളേട്ടൻ എന്ത് പറയുന്നു? കുറേ വിശേഷങ്ങളുണ്ട്. ഒക്കെ നേരിട്ട് പറയാം. ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് മുരളിക്ക്. അയ്യോ, എന്തു പറ്റി? ഒക്കെ നേരിട്ട് പറയാം. അതിരിക്കട്ടെ, വൈകുന്നേരം നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? മുരളിയും ഗൗരിയും പിന്നെ നമ്മളും. അയ്യോ നന്ദു, അത് വേണ്ട. വൈകിട്ടൊരു സാംസ്കാരിക സമ്മേളനമുണ്ട്.